പ്രദേശമായ വയനാട് ചൂരന്മലയിലുണ്ടായ പ്രകൃതി ദുരന്തത്തിൽ പെട്ടവരെ സഹായിക്കാൻ പോയ നമ്മുടെ കെച്ച് ടീമിലെ തുണക്കുട്ടന്മാരാണ് ഈ ഇരിക്കുന്നത്. അവരെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ് നമ്മുടെ ലയൺസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ഇവിടെ നടക്കുന്നത്. ഏതായാലും അങ്ങനെ ഒരു പ്രവർത്തനത്തിന് ഏർപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും പടച്ചവൻ അർഹമായ പ്രതിഫലം നൽകട്ടെ. ആമീൻ. അതുപോലെ ഇങ്ങനെ ഒരു പരിപാടിയുടെ സംഘടിപ്പിച്ച നമ്മുടെ ലയൺസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ ഭാരവാഹികളായ നമ്മുടെ അമലേരി ഹനീഫക്ക, അവരുടെ പ്രിയ സഹോദരൻ അമലേരി അയ്യൂബ്ക്ക, ക്ലബിൻ്റെ എല്ലാമായ നമ്മുടെ പ്രിയ അഫ്സൽ സാഹിബ്, പ്രിയ ഹമീദ് ക. നമ്മുടെ നാട് വലിയൊരു ദുരന്തം അഭിമുഖീകരിച്ചപ്പോൾ തങ്ങളുടെ ജീവൻ തൃണവൽക്കരിച്ചുകൊണ്ട് ഈ രക്ഷാദൗത്യത്തിന് വേണ്ടിയിട്ട് ഇവിടുന്ന് പുറപ്പെട്ടവരെ ആദരിക്കാൻ വേണ്ടിയിട്ട് ലയൺസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് തീരുമാനിച്ചപ്പോൾ അതിലെല്ലാവരെയും ഭാഗവാക്കാക്കണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ ഈ രണ്ട് സംഘടനയിൽപ്പെട്ടവർ മാത്രമാണ് ഈ ദൗത്യവുമായിട്ട് ഇവിടുന്ന് വയനാട്ടിലേക്ക് പുറപ്പെട്ട് അവിടെ രക്ഷാദൗത്യം നടത്തി ഇവിടെ തിരിച്ചു വന്നാണ്. ഈ പരിപാടിയുടെ ഈ രക്ഷാദൗത്യത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു രാജ്യം മൊത്തം, ഒരു നാട് മൊത്തം കണ്ണീരിൽ കുതിർന്ന ഒരു സമയത്ത് ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ, അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയിട്ട് അവിടെ ജീവൻ നഷ്ടപ്പെട്ട, അവിടെ സമ്പത്ത് നഷ്ടപ്പെട്ട അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ മരിച്ചു വീണ ആളുകളുടെ മൃതശരീരങ്ങൾ തപ്പിയെടുക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ വളരെ ത്യാഗം ചെയ്താണ് പോയത്. ഇത് നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല. കാരണം പലപ്പോഴും പോയ ആളുകൾ പറയുന്നത് കേട്ടാൽ വലിയ ഭീകരമായ ഒരു ദൗത്യത്തിലാണ് നിങ്ങൾ ഏർപ്പെട്ടത്. കാരണം മനുഷ്യ ശരീരം ജീർണിച്ചത് എടുത്ത് മാറ്റുക, അതുപോലെ തന്നെ ഹൃദയത്തിന് വലിയ വേദന ഉണ്ടാക്കുന്ന, പ്രയാസം ഉണ്ടാക്കുന്ന വലിയ ദുരന്തമുഖത്താണ് നിങ്ങളെല്ലാം പണിയെടുത്തത്. അത് ചെറുതായിട്ട് കാണാൻ പറ്റില്ല. അതിന് വലിയ രീതിയിലുള്ള ഒരു അഭിനന്ദനമാണ് അർഹിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള അർഹിക്കുന്ന പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ദുരന്തമുഖത്ത് നമ്മൾ പ്രത്യക്ഷമായിട്ട് നമുക്ക് കണ്ട ഒരു പ്രത്യേകത എന്താ വെച്ചാൽ രാഷ്ട്രീയ വിഭാഗീയത മറന്നുകൊണ്ട്, സംഘടനാ സങ്കുചിതത്വം മറന്നുകൊണ്ട് ഒറ്റക്കെട്ടായിട്ട് എല്ലാ സംഘടനകളും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒരുമിച്ച് കൂടി ഈ രക്ഷാദൗത്യത്തിന് നേതൃത്വം നൽകിയപ്പോൾ കേരളം ശരിക്കും പറഞ്ഞാൽ പലപ്പോഴും കേരളം പല രീതിയിലും ഇത്തരം വിഷയങ്ങൾ ഇടപെടുമ്പോൾ കൃത്യമായ രീതിയിലുള്ള എല്ലാ അജണ്ടകളും മാറ്റിവെച്ചുകൊണ്ട് ഒരു ദൗത്യത്തിൻ്റെ പുറകിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യസ്നേഹത്തിൻ്റെ മാതൃക നാടായിട്ട് കേരളം പലപ്പോഴും പലരുടെയും മുന്നിൽ നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുന്ന അവസ്ഥയിൽ കേരളത്തെ മുന്നോട്ട് വയ്ക്കാൻ പറ്റുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ കേരളത്തിൻ്റെ ഈ അവസ്ഥയിൽ നമുക്ക് ഇതൊക്കെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനവും, ഇപ്പോൾ വൈറ്റ് ഗാർഡ്, അതുപോലെ തന്നെ SDPI, അതുപോലെ തന്നെ DYFI, KT, ഇങ്ങനെയുള്ള ഒരുപാട് സംഘടനകൾ വളരെ ത്യാഗം ചെയ്തിട്ട് ആ സംഘടനകളും ഏകോദര സഹോദരന്മാരായിക്കൊണ്ട് SDPIക്കാർ DYFIൻ്റെയും DYFIക്കാർ വൈറ്റ് ഗാർഡിൻ്റെയും വൈറ്റ് ഗാർഡ്, അതുപോലെ KTൻ്റെയും അതുപോലെ ജമാഅത്തെ ഇസ്ലാമിയുടെ സംഘടനകൾ എല്ലാവരും ഒറ്റക്കെട്ടായി അണിനിരന്ന് ഈ രക്ഷാദൗത്യത്തിൽ പണിയെടുത്ത സമയത്ത് മുന്നിലുണർത്തുകയാണ്. അപ്പോൾ ഈ പരിപാടിയിൽ ഈ രക്ഷാദൗത്യത്തിന് വേണ്ടിയിട്ട് വയനാട്ടിലേക്ക് പുറപ്പെട്ട കുത്തിയൊലിക്കുന്ന വെള്ളത്തിൻ്റെ ഉള്ളിൽ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ഈ ഡെഡ് ബോഡികളൊക്കെ രക്ഷാപ്രവർത്തനം നടത്തിയ ആൾക്കാർക്ക് നമ്മൾ ഈ ഭാരം കൊണ്ടൊന്നും തീരില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വലിയ രീതിയിലുള്ള ഒരു അഭിനന്ദനമാണ് നിങ്ങൾ അറിയിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്കതിന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നാഥൻ അതിനർഹിക്കുന്ന രീതിയിലുള്ള പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഈ വിഷയത്തിൽ കൂടുതൽ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് അനീഫാക്കാനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. നമ്മുടെ ഈ നാട്ടിൽ നിന്ന്, നമ്മുടെ കല്ലങ്ങാടിയിൽ നിന്ന് ഇവിടുന്ന് ഇത്രയും ആളുകൾ പോയിട്ട്, നമ്മളെ കുറച്ചാണെങ്കിലും ആ ആളുകൾ പോയിട്ട് വളരെയധികം ത്യാഗമായ കാര്യം ചെയ്തതിൽ അങ്ങനത്തെ ഭാഗമാക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം അഭിനന്ദിക്കുകയാണ് നിങ്ങളെ. അള്ളാഹു നിങ്ങൾക്ക് എല്ലാവിധ സഹായവും നൽകട്ടെ.
ഇനിയൊരു ദുരന്തം നമുക്ക് ഉണ്ടാകാതിരിക്കട്ടെ. പക്ഷേ എന്നാലും നാളെ നിങ്ങൾക്ക് ഇറങ്ങാനുള്ളൊരു ധൈര്യം അള്ളാഹു തരട്ടെ. എല്ലാവിധ ആഫിയത്തും ദീർഘായുസ്സും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മളെ കാര്യത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞങ്ങൾ ഈ ദുരന്തം ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ കേറ്റിൻ്റെ മീഡിയയിൽ നിന്ന് റിപ്പോർട്ട് വന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ പോവുകയാണെങ്കിൽ എന്ന് തിരിച്ചു വരും എന്നുള്ളത് പറയാൻ പറ്റില്ല. അതിനനുസരിച്ചുള്ളവർ മാത്രം വന്നാൽ മതി, അതിന് കഴിയുന്നവർ മാത്രം വന്നാൽ മതി എന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ടീമിനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞ് പോയി നോക്കുക, പറ്റുന്നമാതിരി നിൽക്കുക, അല്ലെങ്കിൽ അടുത്ത ടീമിനെ കയറ്റി വിടുക, അങ്ങനത്തെ ഒക്കെ ഒരു രീതിയായി. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ദിവസം തന്നെ പോയി. അതായത് തിങ്കളാഴ്ച നടന്നില്ല, ചൊവ്വാഴ്ച പോയി. അന്ന് ഞങ്ങൾ വൈകിട്ട് മേപ്പാടി ഹൈസ്കൂളിൻ്റെ ക്യാമ്പിലാണ് എത്തിപ്പെടുന്നത്. അപ്പോൾ അവിടെ ജില്ലാ പ്രസിഡൻറ്റ്, അവിടുത്തെ പഞ്ചായത്ത് ജില്ലാ പ്രസിഡൻറ്റും പിന്നെ വേറെ ആരും ഉണ്ട്, ഒരാളും കൂടിയാണ് ആ ക്യാമ്പിൽ കൊണ്ടുനടക്കുന്നത്. അപ്പോൾ ഞങ്ങളവിടെ രാത്രി എത്തി. അന്ന് ഞങ്ങളവിടെ താമസിച്ചു. അങ്ങനെ പുലർച്ചയൊക്കെ ഉണ്ട് വില്ലേജ് ഓഫീസറെ കോൾ ചെയ്യുന്നത്, എത്രയും പെട്ടെന്ന് താഴേക്ക് വരിക, 2 കണ്ടെയ്നർ സാധനം വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണെന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ താഴേക്ക് എത്തി നോക്കിയപ്പോൾ ഫ്രീസറാണ് മയ്യത്ത് കിടക്കുക. അപ്പോൾ അത് ഞങ്ങൾ ഇറക്കി വെച്ചപ്പോൾ തന്നെ ക്യാമ്പിലുള്ളവർക്കുള്ള ഭക്ഷണം വിതരണം ചെയ്യണം. സുബൈ കഴിഞ്ഞപ്പോൾ അപ്പോൾ രാവിലത്തെ ഭക്ഷണം കൊടുത്തിട്ട് ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞങ്ങൾ ഈ ദുരന്തം നടന്ന സ്ഥലത്തേക്ക് ഇനി അവിടുന്ന് 15 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള യാത്രയാണ്. അപ്പോൾ അങ്ങോട്ട് കടത്തി വിടുന്നില്ല. അപ്പോൾ ജില്ല നമ്മളെ കളക്ടർ ഓർഡർ ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങോട്ട് കടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഗെയിമിൽ ബന്ധപ്പെട്ടവരൊക്കെ വിളിക്കലും കാര്യങ്ങളൊക്കെ ആയി. അതിൻ്റെ അടിസ്ഥാനത്തിൽ കയറി പറ്റണം. അപ്പോൾ നമ്മളവിടെ കണ്ടത്, നമ്മൾ മീഡിയയിലൂടെ കണ്ടതൊന്നുമില്ല, അതിൻ്റെ ഒക്കെ അപ്പുറത്തായിരുന്നു കാര്യങ്ങൾ. അവരൊറ്റ ദിവസം നമ്മൾ വൈകുന്നേരം വരെ അവിടെ പണിയെടുത്തപ്പോൾ ശരിക്കും നമ്മളിവിടെ കോൺക്രീറ്റ് വയ്ക്കുന്നതിൻ്റെ ഡബിൾ പണിയോടെ ഇത്രയും കഷ്ടപ്പാടല്ലേ. അപ്പോൾ അവിടെ എത്തിയപ്പോൾ അവിടെ എല്ലാ പാർട്ടിക്കാരും ഉണ്ട്, എല്ലാ രാഷ്ട്രീയ സംഘടനക്കാരും ഉണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ അങ്ങനത്തെ ഒരു വിഭാഗത ഇല്ല. ഇവിടെ മീഡിയയിൽ എന്ത് നടക്കണോ അതൊന്നും അവിടെ ഇല്ല. അവിടെ എല്ലാവരും ഒറ്റക്കെട്ടാണ്. ഇപ്പോൾ എനിക്ക് അറിയുന്ന പണി ചിലപ്പം ആമറേറ്റ് അടിക്കാൻ അറിയും, നമ്മളിവിടെ ആ പണി എടുക്കണമുണ്ട്. പിന്നെ കൈക്കോട്ടേറ്റ് പോരാൻ അറിയും, ഷവോല് കുത്താൻ അറിയും. നമ്മൾ ഷവോല് കുത്തി കൊടുക്കണം നന്ദി, നമ്മളെ കയ്യിൽ ചട്ടി വാങ്ങിയിട്ട് വരുന്നത് കിട്ടില്ല. പറ്റി പറയുമ്പോൾ നമ്മൾ KT എന്ന പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരൻ, നമ്മളെ ജില്ലയിലെ ട്രഷറർ കൂടിയായിട്ടുള്ള ബാബു, നമ്മളെ ഈ സഹോദരൻ്റെ കഴിവിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ചില സമയത്തൊന്നും എന്താ പറയുക, ചില സമയത്ത് ആ സഹോദരൻ്റെ പ്രവർത്തനങ്ങൾ വളരെ വേദന ഉണ്ടാകുന്നത്. കാരണം എല്ലാ മേഖലയിലും ആ പ്രവർത്തകൻ എത്തിച്ചേരും. എന്നിട്ട് പാതിരാക്ക് ഒരു ബ്ലഡ് വേണ്ടി വന്നാലും ഏത് വിഷയത്തിലും ആ സഹോദരനെ നമുക്ക് എല്ലാ മേഖലയിലും കാണാൻ പറ്റും. എന്താ പറയുക, എനിക്ക് സങ്കടം ഉണ്ടായി ചില സമയത്ത്. ഞാനിപ്പോൾ എൻ്റെ സഹോദരൻ ബാബു നമ്മൾ ഗൾഫിൽ നിന്ന് വന്ന് അവൻ്റെ വീട്ടിലൊരു പൂച്ച കുടുങ്ങിയപ്പോൾ ഉറക്കത്തിലേക്ക് വിളിച്ചപ്പോൾ തന്നെ 5 മിനിറ്റ് കൊണ്ട് സഹോദരൻ അടത്തി. ഞാനൊരു ഉദാഹരണം പറഞ്ഞാണ്, എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എന്താ പറയുക, നമ്മളങ്ങനെയുള്ള ഒരു പ്രവർത്തകൻ്റെ കീഴിൽ കുറേ ആളുകൾ ഇവിടെ ഈ പ്രദേശത്തുണ്ട്, കുറേ യുവാക്കൾ. അത് നാടിൻ്റെ വലിയൊരു ശക്തിയാണ്. നമ്മൾ എന്ത് നാട്ടിലൊരു പ്രശ്നം ഉണ്ടായാലും, ഒരു കള്ളനായാലും, ഏതൊരു പ്രദേശത്തെ ഒരു വിഷയം ഉണ്ടായാലും നമ്മളെ ഈ സഹോദരന്മാരെ മുൻപന്തിയിൽ നമുക്ക് കാണാൻ പറ്റും. അത് നമുക്ക് നാടിന് കിട്ടിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകട്ടെ. ആമീൻ. കാരണം എന്താ അറിയുക, അവരൊക്കെ
ദിവസ കൂലിക്ക് ദിവസ ജോലി ചെയ്തിട്ട് മുന്നോട്ട് പോകുന്ന പ്രവർത്തകരാണ്. അവരൊക്കെ ആ കൂലിയും അവരെ ആരോഗ്യമൊക്കെ മറന്നുകൊണ്ട് ഈ പ്രദേശത്തേക്ക് പോകാമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ സ്റ്റാറ്റസിലും മറ്റേയൊക്കെ മറിച്ചൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ആ പ്രവർത്തകരുടെ അവിടെ അനുഭവിച്ച ത്യാഗം അത് വല്ലാത്തൊരു ത്യാഗമാണ്. അല്ലാഹു അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. നമ്മളെല്ലാ പ്രാർത്ഥനയിലും എല്ലാ ഇബാദത്തിലും ആ പ്രവർത്തകർക്ക് വേണ്ടി നമ്മൾ അകമായി ദുആ ചെയ്യണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇതിനുവേണ്ടി പ്രയത്നിച്ച എല്ലാവർക്കും അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനം ഉണ്ടായിട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി പിരിച്ചുവിട്ടതായി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.